ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ജാഗരണത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഏവരെയും ദൈവനാമത്തിങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്രമവും കൃത്യതയും മതകർത്തവ്യങ്ങൾ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കാൻ തക്കവണ്ണം പോകുന്നത്. അതിൻ്റെ മനഃപ്പാഠവാക്യമായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്: അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ ദൈവം തൻ്റെ വിശുദ്ധമായ വേലയെ, തൻ്റെ സുവിശേഷ വേലയെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ളതായ ബോധം, ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം സകലരിലും എത്തിക്കുക എന്നുള്ളതായ വലിയ ദൗത്യം ദൈവം മനുഷ്യർക്ക് നിക്ഷിപ്തമായി നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഉന്നതമായ കർത്തവ്യങ്ങൾ എത്ര ഇച്ഛാശക്തിയോടെ, എത്ര പ്രതിജ്ഞാബദ്ധതയോടുകൂടി നാം ചെയ്തു തീർക്കണം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അത് അലക്ഷ്യമായി ആ ദൈവത്തിൻ്റെ വേല ചെയ്യാതെ വണ്ണം എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ദൈവം അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ആ ഒരു ചിന്താശകലത്തോടു കൂടി നാം നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്രകാരം പറയുകയാണ്: ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ളതായ ആ ഉന്നതമായ കർത്തവ്യം നാം അതിനെ ഇടവിട്ട് ക്രമം കെട്ട് ക്രമാതീതമായി ഒന്നും അതിൽ പ്രവർത്തിക്കാതെ വണ്ണം ഒരു ഇച്ഛാശക്തിയോടുകൂടി അതിൽ ദൈവം എത്രത്തോളം പ്രത്യാശയോടെയാണ് നമ്മെ അത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ഉന്നതമായ ഭാവം, ഒരു ബോധ്യം നമ്മിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ വിലയേറപ്പെട്ടതായ ഒരു നിമിഷം പോലും നാം നഷ്ടപ്പെടുത്തി കളയില്ല എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം എത്ര സമയം ഉറങ്ങണം, ഏത് സമയത്ത് രാവിലെ നാം എഴുന്നേൽക്കണം, നമ്മുടെ കുടുംബ ആരാധനയ്ക്ക് നമ്മൾ എടുക്കുന്നതായ സമയങ്ങൾ, നാം മറ്റുള്ളവരുമായി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ എത്രത്തോളം സമയങ്ങൾ നാം ഒരു ദിവസം ചെലവഴിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളതായ ഒരു രേഖ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളതായ ഒരു സമയക്രമം നാം അത് പാലിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതായ സമയങ്ങളെ നാം അത് എത്രത്തോളം അതിനെ പൂർണ്ണ കർത്തവ്യ ബോധ്യത്തോടു കൂടി അതിന്മേൽ നാം വ്യാപരിക്കണം എന്ന് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കർത്തവ്യത്തെക്കുറിച്ച് പറയുന്നു: എന്നിൽ നൽകിയിരിക്കുന്ന വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം ഞാൻ അതിനായി പോരാടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് അനുദിനവും അത് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുവാൻ ആ ദൈവത്തിന്മേലുള്ളതായ സ്നേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അതിനെ വ്യാപരിക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ നാം നമ്മുടേതായ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, പകലിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ നാം പകലിൽ ചെയ്ത് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നാം വിശ്രമിക്കുന്ന സമയത്ത് അതിനെ ആ സമയത്ത് ചെയ്യാമെന്ന് കരുതി നാം അലക്ഷ്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങളെ പാഴാക്കി കളയാനുള്ളതല്ല എന്ന് ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം നമ്മുടെ മേലുള്ളതായ കർത്തവ്യ ബോധ്യത്തെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. കാരണം നമുക്ക് സമയം വളരെ ചുരുക്കമാണ് നമ്മുടെ മുന്നിലുള്ളത്. ചെയ്തു തീർക്കാനോ അനവധിയുണ്ട്. ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിനെ കുറിച്ചുള്ളതായ ജ്ഞാനവും കർത്താവിനെ കുറിച്ചുള്ളതായ പരിജ്ഞാനവും ഒരു പ്രവർത്തന മേഖലത്തിൽ നിന്നുകൊണ്ട് നാം ചെയ്തു തീർക്കേണ്ടതായ ഒരു ഇച്ഛാശക്തി നമ്മൾ വളർത്തിയെടുക്കുവാൻ ഈ പ്രഭാതത്തിൽ നമുക്കതിനായി പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ കാത്തു നിൽക്കാം. കർത്താവ് അതിനായി നമ്മെ ഒരുക്കട്ടെ. നമുക്കുള്ളതായ സമയങ്ങളെ എങ്ങനെ വിനിയോഗിക്കണം, എപ്രകാരം ആ സമയക്രമത്തിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേലകളെ പൂർത്തിയാക്കണം. കാരണം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ നാം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ ആ ഒരു പ്രത്യാശ ദൈവം നമുക്ക് നൽകട്ടെ എന്ന ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെച്ചു കൊള്ളുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതായ കർത്തവ്യങ്ങൾ എപ്രകാരം ഞങ്ങൾ ചെയ്ത് പൂർത്തിയാക്കണം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിച്ചു. അത് അലക്ഷ്യമായുള്ള പിന്നെയോ ഇച്ഛാശക്തിയോടും ബോധ്യത്തോടും കൂടി ആ വേലയെ ഞങ്ങൾ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ അവിടുത്തെ ദിവ്യമായ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് ഭാഗവാക്കായി തീർന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വേല പൂർണ്ണ ബോധ്യത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ഏവരോടും അവിടുന്ന് കരുണ തോന്നണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിങ്കൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം.